ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ മനയിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ മരണം 4 ദുഃഖവാർത്ത. 5 പേർക്കായി തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. ബൽറാം, നമ്മൾ കരുതി ഈ മരണം അത് ഒഴിവാക്കാൻ കഴിയുമെന്ന് കരുതി, പക്ഷേ മരണം 5ആയി. ഇനിയുള്ളവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണോ? വിവരങ്ങൾ പറയും. ക്ഷമിക്കണം, മരണം 4 തീർച്ചയായും സ്മിത, ഈ വലിയ അതെ, 4 മരണമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിലെ ഈ മഞ്ഞിടിച്ചിലിനെ തുടർന്നുണ്ടായ അപകടത്തെ തുടർന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ ആദ്യ ദിനത്തിലെ രക്ഷാപ്രവർത്തനം ഏതാണ്ട് വിജയം കണ്ടിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയും 14 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. പിന്നീട് 8 പേർ മാത്രമാണ് ഈ മഞ്ഞിനുള്ളിൽ ഉണ്ടായിരുന്നത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് നേരത്തെ രക്ഷപ്പെടുത്തിയ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിൽ വെച്ച് മരിക്കുന്നത്. പിന്നീട് തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെയാണ് 3 പേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തുകയായിരുന്നു. ഇത്തരത്തിലാണ് ഇപ്പോൾ നിലവിലെ മരണസംഖ്യ 4ആയി ഉയർന്നിരിക്കുന്നത്. ഇനിയും 5 പേരെ കൂടി പുറത്തെടുക്കാനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ കാലാവസ്ഥ നേരിയ തോതിൽ മെച്ചപ്പെട്ടതാണ് രക്ഷാപ്രവർത്തനം വേഗത്തിൽ തന്നെ പുരോഗമിക്കാൻ കാരണമായത്. നിലവിൽ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ഈ നേരത്തെ പുറത്തെടുത്ത ആളുകളെയും മറ്റും അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരെ മറ്റ് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ കഴിയുന്ന ആശുപത്രികളിലേക്ക് മാറ്റുകയാണ്. അതിനായി സമീപ പ്രദേശത്തുള്ള മെഡിക്കൽ കോളേജുകൾക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ മെഡിക്കൽ സംഘവും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെയും ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 4 സംഘങ്ങളും ITBP ഒപ്പം തന്നെ ഗഡ്വാൾ റെജിമെന്റ്സിന്റെ സൈനികരുമാണ് ഈ രക്ഷാപ്രവർത്തനം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ജോഷിമഠിലെത്തി രക്ഷാപ്രവർത്തനത്തിന് ഏകോപനം നൽകുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷയും സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ രാവിലെയാണ് മഞ്ഞിടിച്ചിലിനെ തുടർന്ന് ബോർഡർ റോഡ് ഓർഗനൈസേഷനിലെ 55 തൊഴിലാളികൾ ഈ തങ്ങളുടെ ക്യാമ്പിൽ അകപ്പെട്ടു പോയത്. സ്മിത, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.